വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. അവസാനം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. യുക്രൈൻ റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിൽ ഒരു വമ്പൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഡ്രോൺ ആക്രമണമാണ് നിലവിൽ അഴിച്ചുവിട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 300 ഡ്രോണുകൾ റഷ്യ തകർത്തുവെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെന്താണ് പെട്ടെന്ന് യുക്രൈൻ റഷ്യയുടെ തലസ്ഥാനത്തെ ആക്രമിക്കാനുള്ള ഒരു കാര്യം എന്താണ്? ഇതുവരെ അതിർത്തിയിലായിരുന്നു ആക്രമണങ്ങൾ ഉണ്ടായിരുന്നത്. യുക്രൈനെ ലാൻഡ് ലോക്ക് ആക്കാനായി റഷ്യ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബ്ലാക്ക് സീയുടെ അടുത്തുള്ള ഒഡേസ തുറമുഖം മാത്രം പിടിച്ചു കഴിഞ്ഞാൽ യുക്രൈൻ ലാൻഡ് ലോക്ക്ഡ് ആവും. അതോടുകൂടി യുക്രൈന്റെ സകല തുറമുഖവും റഷ്യയുടെ കയ്യിലാകും. യുക്രൈന് പിന്നെ ആയുധങ്ങൾ എത്തില്ല. അമേരിക്ക പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞു. യുക്രൈൻ പ്രസിഡന്റിനെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അപമാനിച്ചിറക്കി വിട്ടു. ഇതോടുകൂടി നാറ്റോ എല്ലാം ഒരുമിച്ച് നാറ്റോയുടെ ഒരു ആ, സാന്നിധ്യം ഉണ്ടോ ഈ ഒരു ആക്രമണത്തിൽ? കാരണം പോളണ്ടൊക്കെ ഈ ഇടയ്ക്ക് പറഞ്ഞത് ആ, സൈനിക സേവനം നിർബന്ധമാക്കിയിട്ടുണ്ട് ഇപ്പൊ യുവാക്കന്മാർക്ക്. കെയർ സ്റ്റാർമർ പറഞ്ഞു, എന്റെ മുഴുവൻ ട്രൂപ്പും ഞാൻ അങ്ങോട്ടേക്ക് അയക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. വലിയൊരു യുദ്ധത്തിലേക്കാണ് ഇത് പോകുന്നത്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ പോലെ സംഭവിക്കുകയാണ്, നിങ്ങൾ മൂന്നാം ലോക മഹായുദ്ധം വെച്ച് പന്ത് കളിക്കുകയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞത്. അപ്പോഴാണ് ഇപ്പോൾ മോസ്കോയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പ്രേക്ഷകരെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ, യഥാർത്ഥത്തിൽ ഇപ്പോ എന്താണ്, ഇന്ത്യയും ചൈനയും കൂടെ ഒരു യുദ്ധം നടക്കുമ്പോൾ അതിർത്തിയിലാണ് നമ്മുടെ പട്ടാളക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി പ്രശ്നങ്ങൾ നടക്കുന്നത്. പെട്ടെന്ന് ചൈന കൊണ്ടൊരു ബോംബ് ഡൽഹിയിലോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടൊരു ബോംബ് ബീജിങ്ങിലോ ഇട്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഈ വാർത്തയ്ക്കുണ്ട്. അപ്പോ എന്ത് തോന്നുന്നു, ഇതിന്റെ പിന്നിൽ യുക്രൈൻ ഒറ്റയ്ക്ക് അത് സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. യുക്രൈന്റെ പിന്നിൽ വമ്പൻ ശക്തികൾ അണിനിരക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ റഷ്യ അടങ്ങിയിരിക്കുമോ? എന്താ അഭിപ്രായം? അല്ല, ഇത് ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന ഉം. പ്രാഥമികമായി വരും ഡ്രോൺ അറ്റാക്ക് എന്നാണ്. പക്ഷേ അതെ അതെ. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തുക എന്ന് പറഞ്ഞ അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം അതീവ സുരക്ഷാ അതെ. പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ ഡ്രോൺ വേദ സംവിധാനങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് റഷ്യ. അങ്ങനെ അവരുടെ സുരക്ഷാ ഉം. റഡാറുകളൊക്കെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഉക്രൈൻ അവരുടെ ഉം. ഒരു ആയുധം റഷ്യയിൽ പ്രയോഗിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. റഷ്യ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതെ. റഷ്യയിലേക്ക് ഉക്രൈൻ നടത്തിയിട്ടുള്ള എല്ലാ ആക്രമണവും, അതായത് ലോങ് റേഞ്ചിലുള്ള എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിൽ പാശ്ചാത്യ ശക്തികളുടെ ആയുധങ്ങളാണ് എന്നുള്ള കാര്യം റഷ്യ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഉം. അതിൽ ബ്രിട്ടന്റെ ഒക്കെ മിസൈലുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ ഉം. ഒരു രാജ്യത്തിന് ആയുധങ്ങൾ കൊടുക്കുമ്പോൾ, ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും അമേരിക്കയുടേതോ മറ്റു രാജ്യങ്ങളുടേതോ നമ്മൾ ആയുധം വാങ്ങുമ്പോൾ ആ കരാറിനകത്ത് ഉം. പറയുന്ന ഒരു കാര്യം, ആ ആയുധം ഉപയോഗിക്കണമെങ്കിൽ ഇത് നൽകുന്ന രാജ്യത്തിന് പെർമിഷൻ വേണം. അപ്പൊ ഉം. പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. അപ്പോൾ യു ഉം. കെ പെർമിഷൻ കൊടുത്തിരുന്നു അവരുടെ ആയുധങ്ങൾ ഉക്രൈൻ യൂസ് ചെയ്യാനായിട്ട്. അന്ന് തന്നെ പുടിൻ യെസ്. പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് നേരെ പാശ്ചാത്യ ആയുധങ്ങൾ പ്രയോഗിച്ചാൽ തിരിച്ചടി ശക്തമായിരിക്കുന്നു. ഇപ്പോൾ മോസ്കോ വരെ ഉം. പോയിട്ട് അവരുടെ തലസ്ഥാനം ഉക്രൈൻ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ഉക്രൈന്റെ ആയുധങ്ങൾ കൊണ്ട് അത് നടക്കില്ല. പകരം യൂറോപ്യൻസ് ഉം. കൊടുത്ത ആയുധങ്ങളാണ്. സത്യത്തിൽ ഈ ഉം. സെലൻസ്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നത്തിന് കാരണം സെലൻസ്കി അല്ല എന്ന് പറയാം. കാരണം ഉം. സെലൻസ്കി ട്രംപുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മളെല്ലാം കണ്ടതാണ് അടിച്ചു പിരിയുന്ന ഒരു കാഴ്ച. അടിച്ചു പിരിയതിനു ഉം. ശേഷം സെലൻസ്കി മാപ്പ് പറയുകയും വീണ്ടും ഒരു ടൈപ്പിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ട്രംപ് കുറച്ചുകൂടി ഉം. കടുകട്ടിയിലേക്ക് നീങ്ങായി. ട്രംപ് പറഞ്ഞത് ഉം. ഇതിലൊന്നും വലിയ കാര്യമില്ല, ഈ കരാർ ഒപ്പിടണം, അതായത് ഇവർക്ക് ഈ 50% ഇവരുടെ ഈ പ്രകൃതി വിഭവങ്ങളും ധാതു സമ്പത്തും ഒക്കെ ഷെയർ ചെയ്യുന്ന കരാറിൽ ഒപ്പിടുക മാത്രമല്ല, സെലൻസ്കി അതെ. രാജിവെക്കണമെന്നും കൂടി പറഞ്ഞു. ഈ രാജിവെക്കണമെന്നും ഉം. കൂടി ട്രംപ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഈ സെലൻസ്കിക്ക് വട്ടളകിയിട്ടുണ്ടാകും. വട്ടളകുന്നതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവരുടെ പിന്നിൽ ഈ സെലൻസ്കിയെ ഈ എന്താണ് പറയുന്നത്, ഈ എരിവ് കയറ്റി അല്ലെങ്കിൽ ഉം. സ്ക്രൂ കയറ്റി നിൽക്കുന്ന ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുടെ ഒരു പിന്തുണയോടുകൂടി രണ്ടും കൽപ്പിച്ചുകൊണ്ട് സെലൻസ്കി നടത്തുന്ന ഒരു നീക്കമാണിത്. കാരണം ഒരു അടിയറവ് പറയാം, ഇല്ലെങ്കിൽ ഒരു കോംപ്രമൈസിന് പോയാൽ സെലൻസ്കിക്ക് തന്റെ പ്രസിഡൻഷ്യൽ പദവി വിട്ടിട്ട് പോകേണ്ടി വരും. അപ്പം അത് ഉം. മാത്രവുമല്ല, അമേരിക്കയ്ക്ക് അടിയറവ് പറഞ്ഞൊരു ചിന്ത വേണ്ട. അതുകൊണ്ട് തന്നെ ഇനി അഥവാ യുദ്ധം തീരുകയാണെങ്കിൽ താൻ ഒരു ഹീറോ ആണെന്നൊരു പരിവേഷം ഉണ്ടാക്കി മാറാമെന്നായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം കരുതുന്നത്. കാരണം റഷ്യയുടെ ഉം. തലസ്ഥാനം വരെ കയറി അറ്റാക്ക് ചെയ്തിട്ടാണ് താൻ വിരമിക്കുന്നത്. ഇല്ല, അപ്പോഴത്തേനും ജനം പറയും താൻ വിരമിക്കേണ്ട എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് കണക്കൂട്ടുണ്ടാകാം. പക്ഷെ ഈ ഉക്രൈനെ ഇതിനു വേണ്ടിയിട്ട് തള്ളിവിട്ടതും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നതും പാശ്ചാത്യ ശക്തികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവിടം വരെയൊക്കെ ചെന്ന് ഇത്രയും വിദഗ്ധമായിട്ട് അവരുടെ തലസ്ഥാനമൊക്കെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഉക്രൈനെ കൊണ്ട് സാധ്യമാകുന്നു. ഇതിന്റെ ഒരു തിരിച്ചടി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാം. കാരണം റഷ്യയുടെ ഒരു സ്ഥിതി ഇപ്പോഴത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരിനിപ്പോ ഒരു രണ്ടും കൽപ്പിച്ചിട്ട് ഒരു വലിയ അറ്റാക്ക് നടത്തും. അത് ഉക്രൈനെ മാത്രം ലക്ഷ്യമാക്കി ആയിരിക്കില്ല. ഒരുപക്ഷെ ഉക്രൈന്റെ സമീപത്തുള്ള
പോളണ്ടിന്റെ ഏരിയകൾ കൂടി അവർ ചിലപ്പോൾ ഈ അറ്റാക്കിന്റെ പരിധിയിൽ പെടുത്തിയേക്കാം. അങ്ങനെയെങ്കിൽ നാറ്റോയ്ക്ക് ഉം, പ്രത്യക്ഷമായ യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. കാരണം പോളണ്ട് നാറ്റോയുടെ സഖ്യകക്ഷിയാണ്. ഉക്രൈൻ സഖ്യകക്ഷിയല്ല, അപേക്ഷ കൊടുത്തിരിക്കുന്ന രാജ്യം മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് അവരിതെല്ലാം ഉം, കൂടി ചാട്ടായി കയറ്റി റഷ്യക്കെതിരെ അടിക്കുന്നത്. അത് മാത്രമല്ല, പുടിൻ ഉം, കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ മിസൈലിന് ബ്രിട്ടനെ ലക്ഷ്യം വെക്കാൻ കഴിയും എന്നുള്ള കാര്യം അവർ കൂടി മനസ്സിലാക്കണം എന്നുകൂടി ഉം. പറയുകയുണ്ടായി. കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പായിരുന്നു നമ്മൾ തന്നെ കൊടുത്തൊരു വാർത്തയായിരുന്നു ഈ ബ്രിട്ടന്റെ സമുദ്ര തീരത്തിന് അടുത്തുകൂടി റഷ്യയുടെ ചാരക്കപ്പലുകൾ നീങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ. അതെ അപ്പൊ അതെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അത് മാത്രവുമല്ല, ഉം, ഇത് ഒരു പത്രത്തിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. നമുക്കറിയാം, ഒരു ചെറിയ രാജ്യത്തിന്റെ പോലും തലസ്ഥാനത്ത് ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ ഉം, രാജ്യത്തിന്റെ പ്രതികരണം വലിയ രീതിയിലായിരിക്കും. ഇപ്പൊ നമ്മുടെ ധനുഷ് പറഞ്ഞ ഉദാഹരണം ഉം. വളരെ കറക്റ്റാ. നമ്മുടെ ദില്ലിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ നമ്മൾ ഒട്ടും സമയം പിന്നെ പാഴാക്കത്തില്ല. നമ്മൾ അതെ അതെ. അതിശക്തമായ ഒരു തിരിച്ചടി ആയിരിക്കും കൊടുക്കുന്നത്. കാരണം നമ്മുടെ തലസ്ഥാനത്ത് തൊട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ്. അതാ. അപ്പോൾ റഷ്യ പോലെ ഒരു പ്രബലമായ രാജ്യത്തിന്റെ ആയുധശേഷിയിൽ വലിയ നമ്പർ വണ്ണായി നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം ഉം, ആക്രമിച്ചാൽ, പ്രത്യേകിച്ച് പുടിനെ പോലെ ഒരു ഭരണാധികാരി, വെച്ചാൽ ഉം, അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടൊരു ഭരണാധികാരിയാണ്. അപ്പൊ അദ്ദേഹം അതൊരു ഉം, വലിയ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് ഈ കാര്യങ്ങൾ. കാരണം അമേരിക്ക ഉം, അവരുടെ ഇപ്പോൾ സപ്ലൈ ഒക്കെ നിർത്തിവെച്ചു. ആയുധങ്ങളൊക്കെ ഉക്രൈൻ്റെ ഉണ്ടെങ്കിലും സപ്ലൈ നിർത്തിവെച്ചു. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നിയമമുണ്ട്, ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് തന്ന രാജ്യത്തിന് പെർമിഷൻ വാങ്ങണം. പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അത് ഉപയോഗിക്കാൻ ഉം, കഴിയുള്ളൂ. അപ്പോ എന്താ സംഭവം? അതുകൊണ്ടാണല്ലോ പല രാജ്യങ്ങളും തദ്ദേശീയമായിട്ട് അവരുടെ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത്. ആ കരാറിന്റെ ആവശ്യം ഉം, അവർക്കില്ല. അപ്പൊ ഇവിടെ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രവുമല്ല, ബ്രിട്ടന്റെ രണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥരെ, അവരുടെ എംബസിയിൽ നിന്ന് രണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥരെ അവിടുന്ന് പുറത്താക്കുകയും ഉം, ചെയ്തിട്ടുണ്ട് റഷ്യ, ചാരവൃത്തി ആരോപിച്ചുകൊണ്ട്. അപ്പൊ ഇതെല്ലാം ഉം, കൂടെ പോകുന്ന ഒരു യുദ്ധത്തിലേക്കായിരിക്കാം. കാരണം ഇത് ഏത് രീതിയിലാണ് പുടിൻ പ്രതികരിക്കുക എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ ട്രംപിനെ ഉം, സംബന്ധിച്ച് പറഞ്ഞാൽ ട്രംപ് ന്യൂട്രലായിട്ട് നിൽക്കുകയാണ്. ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉം, റഷ്യയും ഉക്രൈനെ ഒന്നും സഹായിക്കാൻ ഒരു നിലപാടില്ല. ട്രംപ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എവിടം വരെ പോകുമെന്നുള്ളതാണ്. തന്റെ വാക്ക് ധിക്കരിച്ച് പോയ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക്, ഇല്ല പ്രത്യേകിച്ച് നാറ്റോ സഖ്യത്തിന് ഒരു പണി കിട്ടിക്കോട്ടെന്ന് പുള്ളി കരുതുന്നുണ്ടാകാം. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉം, ഈ നാറ്റോ സഖ്യത്തിലുള്ള പല രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധിപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. അവരൊരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉം, വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം അവരെയൊക്കെ രക്ഷിച്ചു നിർത്തുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അപ്പൊ അവരുടെ എന്റെ വാക്ക് കേൾക്കാതെ പോയി അവരൊരു പണി കിട്ടിക്കോട്ടെ, കാരണം അവസാനം അവർ എന്റെ അടുത്ത് തന്നെ ഓടി വരും എന്ന് ട്രംപ് കരുതുന്നുണ്ടാകാം. റഷ്യയെ ഉം, സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ രണ്ടും കൽപ്പിച്ച് അടിച്ചു നിന്നേ പറ്റൂ. കാരണം അവർക്ക് എന്താ പറയുന്ന, മുകളിട്ട് നോക്കി ആകാശം, താഴെ ഭൂമിയായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് പുടിൻ നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തില് അതെ. അവർക്കത് ആ ഒരു രീതിയിലേക്ക് മുൻപോട്ട് പോയേ കഴിയുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അവർക്കിപ്പോ ഈ എണ്ണയുടെ ട്രേഡിങ്, ഇപ്പൊ ഇന്ത്യയും ചൈനയും ഒക്കെയാണ് അവരുടെ എണ്ണ വാങ്ങുന്നത്. മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഈ ഉപരോധം ഉം, മൂലം അവർക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എണ്ണ മാത്രമല്ല, മറ്റു ഉം, പല കാര്യങ്ങളും, ടെക്നിക്കൽ പരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ഇന്ത്യ പോലുള്ള ചില രാജ്യങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയ്ക്ക് മാത്രം ഈ സാധനങ്ങളെല്ലാം വിറ്റിട്ട്, എണ്ണ മാത്രം വിറ്റിട്ട് കാര്യമില്ലല്ലോ, മറ്റു പല കാര്യങ്ങളും വിൽക്കുകയും വേണം. അത് ഈ രണ്ട് രാജ്യങ്ങളെ മാത്രം വിറ്റിട്ട് കാര്യമില്ല. ഇപ്പോൾ നടക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കച്ചവടം എങ്ങനെ നടക്കുന്നത്? റഷ്യയിൽ നിന്ന് എണ്ണ നമ്മൾ വാങ്ങുന്നു, ഇവിടെ കൊണ്ടുവന്ന് നമ്മളത് റിഫൈൻ ഉം, ചെയ്തിട്ട് നമ്മുടെ റിഫൈനറികൾ വഴി റിഫൈൻ ചെയ്തിട്ട്, ഇന്ത്യയിൽ മാത്രമല്ല സിംഗപ്പൂരിലും മറ്റുമൊക്കെ അത് കൊണ്ടുവരുന്നുണ്ട്. സിംഗപ്പൂരും മലേഷ്യയിലൊക്കെ നമ്മുടെ റിഫൈനറീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്തിട്ട് നമ്മൾ യൂറോപ്പിലേക്ക് കയറ്റി വിടുകയാണ്. ഇത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉം, റഷ്യക്കും ലാഭമാണ്, വാങ്ങുന്നതിന് ലാഭമാണ്. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. ഇതിനകത്ത് ജർമ്മനി പോലുള്ള രാജ്യങ്ങളുണ്ട്, അവരുടെ ഏതാണ്ട് 50%, UK അടക്കം 50% പ്രകൃതിവാതകം വരുന്നത് മുഴുവൻ റഷ്യയിൽ നിന്നാണ്. അപ്പൊ ഇവർ എന്തിനാണ് ഈ രണ്ടും ഉം. കൽപ്പിച്ച് ഈ പണിക്ക് പോകുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഏതായാലും ഒരു കരാറിലേക്ക് പോയി ഇത് യുദ്ധം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. ഇന്ത്യക്കും നല്ല അത് തന്നെയാണ്, ചൈനയ്ക്കും നല്ല അത് തന്നെയാണ്. കാരണം ഈ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ മുൻപോട്ട് പോകില്ല. കഴിഞ്ഞ ദിവസം ഈ എലോൺ മസ്കിന്റെ എക്സ് അത് പ്രവർത്തനം ഇല്ലാതായി, നിശ്ചലമായി പോയി. അതൊരു ഉം, വലിയ അറ്റാക്ക് ഉം, അതിന് മുകളിൽ നടന്നു. അത് യുക്രൈൻ ആണെന്നാണ് പറയുന്നത്. ഉക്രൈനിന്റെ ഉം, പിന്നിൽ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് മസ്കിന്റെ എക്സിന് പണി കൊടുത്തതെന്നാണ് പറയുന്നത്. ഏതായാലും അതൊരു സൈഡിൽ ഉം. നിൽക്കുന്നു. അതിന് തൊട്ടു പിന്നാലാണ് ഈ ഡ്രോൺ ആക്രമണം. ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ പുടിൻ ഒരു കടുംകൈക്ക് മുതിരാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് തിരിച്ചടി ഉണ്ടാകും. ഒരുപക്ഷെ ഈ പറയുന്ന ഉക്രൈന്റെ യുദ്ധത്തിനോടൊപ്പം തന്നെ, ഇല്ല ഉക്രൈനെ തിരിച്ചടിക്കുന്നതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ മിസൈലുകൾ ചിലപ്പോൾ പോളണ്ടിലേക്കും വീണാക്കാം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമാണ്. കാരണം പുടിന്റെ അടുത്ത ലക്ഷ്യം നാറ്റോയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുക എന്ന് തന്നെയായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു അതെ വലിയ അതെ. യുദ്ധത്തിലേക്ക് മാറാനുള്ള സാഹചര്യം ഉണ്ടാകും. കാരണം ഒരു മിസൈൽ പോയാൽ സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ഉം, പോകുന്നത്. ട്രംപും ആ കളി തന്നെ ആയിരിക്കും നോക്കിയിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ ട്രംപിന്റെ റോള് കുറച്ചുകൂടി വ്യത്യസ്തമാകും, അല്ലെങ്കിൽ ട്രംപിന് കുറച്ചുകൂടി ഒരു
എന്താ ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്യും. കാരണം അമേരിക്കയുടെ റോൾ നിർണായകമാണ്. ഇനി ഒരു യുദ്ധം ഉണ്ടായാൽ സ്വാഭാവികം, കാരണം ഒരു സൈഡിൽ നാറ്റോയാണ് നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ഉം. അമേരിക്കയുടെ അടുത്ത നീക്കം എന്തെന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ടാകും. ഏതായാലും അത്തരത്തിലേക്ക് ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. അത് ഇന്ന് റഷ്യയുടെ മറ്റൊരു പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഉം. കാരണക്കാർ ബ്രിട്ടൻ ആയിരുന്നു. അവരിപ്പോൾ അടുത്ത ഉം. യുദ്ധത്തിനും അവർ തന്നെയാകും കാരണക്കാരെന്ന് പറയുമ്പോൾ പുടിൻ റെഡിയാകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഏതായാലും അതെ. നമുക്കറിയാവുന്ന ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തിക്തഫലങ്ങൾ ഇപ്പോഴും നമുക്ക് വിട്ടുമാറിയിട്ടില്ല. അതിൽ നിന്ന് നമ്മൾ അതെ. കരകയറിയൊക്കെ വരുന്ന ഒരു സമയമാണ്. ഇനിയൊരു കോവിഡിന്റെ ഒരു മഹാമാരി കഴിഞ്ഞു നിൽക്കുന്നു. ഒപ്പം തന്നെ ഉം. ഇപ്പൊ ചൈന വേറൊരു രോഗം പടർന്നു പിടിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. ഈ കോവിഡ് പോലെ തന്നെ മറ്റൊരു രോഗം ഇപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചൈനയിലൊക്കെ. അത് വലിയ രീതിയിൽ തന്നെ ഉം. വരുന്നുണ്ട്. കോവിഡ് പോലത്തെ തന്നെ ഒരു അസുഖമാണ്, ഒരു ഒരു വൈറസ് ആണത്. അത് വരുന്നു എന്ന് കേൾക്കുന്നു. ഉം. ഇനി നമുക്ക് വരാൻ പോകുന്ന ഭക്ഷ്യ ദൗർബല്യം, അതല്ല ഭക്ഷ്യ സാധനങ്ങൾ കിട്ടാത്തൊരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് കാലാവസ്ഥാ പഠന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. അതായത് 2025 അതെ. തൊട്ട് നമുക്ക് ലോകത്തെമ്പാടും പട്ടിണിയിലേക്ക് പോകും പല രാജ്യങ്ങളും. കാരണം ഈ ഭക്ഷ്യവസ്തുക്കളുടെ ഉത്പാദനം ഉം. വലിയ രീതിയിൽ കുറയാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടം, അതാണ് നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, യുദ്ധത്തിന്റെ കാലഘട്ടമല്ല എന്ന് പറയാനതിന്റെ പ്രധാന കാരണം ഒന്ന്, ഈ മഹാമാരികൾ ധാരാളമുണ്ട്, ഈ അസുഖങ്ങൾ അടക്കമുള്ളവയുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ഭക്ഷ്യോത്പാദനം വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് ഒരു ഓക്കെ. യുദ്ധം കൂടെ വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധം കഴിയുമ്പോൾ എന്താ ഉം. സംഭവിക്കാന്നറിയാവോ? വളരെ കുറച്ച് രാജ്യങ്ങൾ ഇതിനെ അതിജീവിക്കും. ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും മണ്ണടിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയായിരിക്കും. അതായത് വളരെ പാവപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ അറിഞ്ഞോ അറിയാതെ ഈ യുദ്ധത്തിന്റെ ഇരകളായിട്ട് തകർന്നടിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയും ഉം. കരുത്തന്മാർ നിലനിൽക്കുന്ന ഒരു ലോകവുമായിട്ട് ഇത് മാറും. അങ്ങനെ ഒരു ലോകം ഉണ്ടായി കഴിഞ്ഞിട്ട് എന്ത് കാര്യമാണ്, എന്ത് ഗുണമാണുള്ളത്? കുറച്ച് കരുത്തന്മാർ ഉം. മാത്രം ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ലാത്ത ഒരു ലോകമായിട്ട് അധപ്പതിച്ചു പോകും. അപ്പൊ ഏതായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് പോകരുത്. എത്രയും പെട്ടെന്ന് ഒരു കോംപ്രമൈസിലേക്ക് പോകണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ഏത് നിമിഷവും റഷ്യ ഉം. തിരിച്ചടിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരുപക്ഷെ ഇനി അവരുടെ അതെ. സൂപ്പർസോണിക് മിസൈലുകൾ അടക്കം വിക്ഷേപിച്ചാലും നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. എന്തായാലും റഷ്യയുടെ തിരിച്ചടി ഭയന്ന് ലോക രാജ്യങ്ങളെല്ലാം തന്നെ കാത്തിരിക്കുകയാണെന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഏത് നിമിഷവും ആ തിരിച്ചടി ഉണ്ടായേക്കാം. പക്ഷേ ഈ ആ, മോസ്കോയിൽ നടത്തിയ ഈ ഡ്രോൺ ആക്രമണത്തിന്റെ പുറകിൽ നാറ്റോയുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യ അന്വേഷിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെ ഒരു സാന്നിധ്യം റഷ്യ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. താങ്ക് യു, ബിജു. താങ്ക് യു സോ മച്ച്.